ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 22. യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അദത്വാതവദൽപം ച തത്താമസമുദാഹൃതം. വിവർത്തനം: കാരണം കൂടാതെയും സത്യജ്ഞാനം നേടാതെയും എല്ലാം അതുതന്നെയെന്ന് കരുതി നിസാര കാര്യത്തിൽ അതീവ താൽപ്പര്യം കൊള്ളുന്നതുമായ അറിവ് തമോ ഗുണാത്മകമാണ്. ഭാവാർത്ഥം: ഒരു സാധാരണക്കാരൻ്റെ ജ്ഞാനം എല്ലായ്പ്പോഴും തമോ ഗുണത്തിലാണ്. കാരണം ബദ്ധമായ ജീവിതത്തിൽ എല്ലാവരും തമോ ഗുണത്തിലാണ് ജനിക്കുന്നത്. പ്രാമാണികരിൽ നിന്നോ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നോ ജ്ഞാനം സമ്പാദിക്കാനാവാത്ത ഒരാളുടെ അറിവ് ശരീരത്തിനപ്പുറം പോവില്ല. ശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് വേണം പ്രവർത്തിക്കാനെന്ന് അയാൾക്കറിയില്ല. അയാൾക്ക് ധനം തന്നെയായിരിക്കും ഈശ്വരൻ. അറിവ് എന്നാൽ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റലും. നിരപേക്ഷ തത്വവുമായി ഇത്തരം അറിവിന് യാതൊരു ബന്ധവുമില്ല. ഏതാണ്ട് ജന്തുക്കൾക്കുള്ള അറിവ് പോലെ തന്നെ ഇത്. ഭക്ഷണം, ഉറക്കം, സ്വയം രക്ഷ, മൈഥുനം ഇത്രയേ ആവശ്യമുള്ളൂ. ഇതിനെയാണ് തമോ ഗുണജന്യമായ ജ്ഞാനം എന്ന് പറയുന്നത്. ദേഹാതീതനായ ജീവാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം സാത്വികവും ഭൗതിക യുക്തിയിൽ നിന്നും ഊഹാപോഹങ്ങളിൽ നിന്നും ജനിക്കുന്ന സിദ്ധാന്തങ്ങൾ രാജസവും, ശരീരത്തിൻ്റെ സംപ്രീതിക്കും സുരക്ഷിതത്വത്തിനുമുതകുന്ന ജ്ഞാനം താമസവുമെന്നാണ് ചുരുക്കം. ശ്ലോകം 23. നിയതം സംഗരഹിതം അരാഗദ്വേഷദഃ കൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. വിവർത്തനം: അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സ്വാത്വികമെന്ന് പറയുന്നു. ഭാവാർത്ഥം: സമൂഹത്തിൽ ഓരോ വിഭാഗങ്ങൾക്കും അതാത് ആശ്രമങ്ങളിൽ ചെയ്യേണ്ടുന്ന ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന നിയത കർമ്മങ്ങളുണ്ട്. അവ കർത്തൃത്വാവകാശമോ ആസക്തിയോ തജ്ജന്യങ്ങളായ രാഗദ്വേഷങ്ങളോ കൂടാതെ ഭഗവത് പ്രീതിക്ക് വേണ്ടി കൃഷ്ണാവബോധത്തോടുകൂടി അനുഷ്ഠിക്കണം. അതിൽ നിന്ന് ഉളവാകുന്ന സംതൃപ്തിയോ ആത്മാഭിമാനമോ കണക്കാക്കാതെ ചെയ്യുന്ന കർമ്മം സ്വാത്വികമാണ്. ശ്ലോകം 24. യത്തു കാമേത്സു ന കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തത്രാജസമുദാഹൃതം. വിവർത്തനം: തൻ്റെ ആഗ്രഹം നിറവേറ്റാനായോ മിഥ്യാഹംഭാവം കൊണ്ടോ ഏറെ പ്രയാസപ്പെട്ട് ചെയ്യുന്ന കർമ്മമാണ് രാജസകർമ്മം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.